നിങ്ങൾ ഈ മരം കണ്ടല്ലോ, ഈ ആ, മഞ്ഞപ്പൂവുള്ള ഈ ഇലയുടെ അറ്റത്തുള്ളത്, ഇത് ജാപ്പനീസ് സെഡാർ എന്ന് പറഞ്ഞൊരു മരമാണ്. അപ്പോൾ ഇത് എൻ്റെ തടി ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ജപ്പാനിലൊക്കെ കൺസ്ട്രക്ഷൻ പർപ്പസിനും പിന്നെ ഇൻറ്റീരിയർ വർക്കിനും എല്ലാത്തിനും ഇതിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം, എന്താ ക്രിപ്റ്റോമരിയ എന്താ ജാപ്പോണിക്ക അങ്ങനെ എന്തോ ആണ്. ഞാൻ കറക്റ്റ് പേര് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ തടി അരോമാറ്റിക്കാണ്. പിന്നെ ഇത് ഇതിൻ്റെ തടി മണ്ണിൽ കുഴിച്ചിടുന്നു കുറച്ച് എന്നിട്ട് പ്രോപ്പർ കണ്ടീഷൻസിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ആവും. അപ്പോൾ അതിന് കുറേ കൂടി വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ജാപ്പനീസ് സെഡർ. ഇത് ഇന്ത്യയിൽ ഡാർജിലിംഗ്, സിക്കിം അവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തടിക്ക് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് പ്ലാന്റേഷൻസിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ഇതാണ് ജാപ്പനീസ് സെഡർ. ഇപ്പോൾ സിക്കിമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. ഇതിപ്പോൾ ഒറിജിനലി നേറ്റീവ് ടു ജപ്പാൻ, പിന്നെ ജാപ്പനീസ് റെഡ് വുഡ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ തടിക്കാണ് അത് പ്ലാന്റേഷനിൽ വളർത്തുന്നത്. എൻ്റെ തടി ഹൈലി വാല്യൂഡാണ്. സിക്കിമിലെന്താ ദുപ്പിന്നോ അങ്ങനെ എന്താണ് എൻ്റെ പേര്. അപ്പോൾ ജാപ്പനീസ് സെഡർ കാണാത്തൊരു ഈ ജാപ്പനീസ് സെഡാറിൻ്റെ ഒരു വേറൊരു സ്ഥലത്ത് വെച്ചേക്കുന്ന മരമാണ് ഇത്. ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് തോന്നിയത്. ഇതും ജാപ്പനീസ് സെഡാറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ക്യാമറയിൽ അത്ര അത് വന്നിട്ടില്ല, ബട്ട് ഇൻ പേഴ്സൺ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തടിയാണ് മറ്റേ ഫർണിച്ചറിനൊക്കെ പിന്നെ ഇൻറ്റീരിയർ വർക്കിനൊക്കെ പ്രൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ മെയിനായിട്ട് ജപ്പാനിലാണ് ഉള്ളത്. ഇവിടെ ഇന്ത്യയിൽ സിക്കിമിൽ ഡാർജിലിങ്ങിലൊക്കെ ഉണ്ട്. ജാപ്പനീസ് റെഡ് വുഡ് എന്നും അറിയപ്പെടുന്നുണ്ട്.